വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. Gospel according to Saint John chapter 5 verses 1 to 16. സമവീക്ഷണ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ എല്ലാ സൗഖ്യദായക സംഭവങ്ങളും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന സൗഖ്യദായക സംഭവങ്ങൾ എല്ലാം തന്നെ നൽകപ്പെട്ട സൗഖ്യത്തെക്കാൾ നൽകിയവന്റെ ആളത്വത്തിലേക്കും ഉണ്മയിലേക്കും വെളിച്ചം വീശുന്നു. John's selection of healing narratives were intended to teach important things about who Jesus is and what it means to believe in him. ബെഥസ്ദ കുളക്കരയിൽ 38 വർഷമായി രോഗം ബാധിച്ച് കിടന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവമാണ് പ്രസ്തുത വേദഭാഗം. മിഷൻ ഓഫ് ദ ചർച്ച് ഇൻ എ ബ്രോക്കൺ വേൾഡ്, നുറുക്കപ്പെട്ട ലോകത്തിൽ സഭയുടെ ദൗത്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി 2 ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒന്നാമതായി, the beauty of the temple is not in its externals but in its inner vitality. ദേവാലയത്തിന്റെ സൗന്ദര്യം അതിന്റെ ബാഹ്യ ചമയങ്ങളിലല്ല, അതിന്റെ ആന്തരിക ചൈതന്യത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം ഏറെ വ്യക്തമാക്കും. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. 1-ാമത്തെ വാക്യം, After this there was a feast of the Jews and Jesus went up to Jerusalem. Festivals are the time in which Jews remember their exclusive privileges in relation with God. യഹൂദന്മാർക്ക് ഉത്സവങ്ങളെല്ലാം തന്നെ ദൈവത്തോട് തങ്ങൾക്ക് മാത്രമുള്ള ബന്ധങ്ങളും ദൈവബന്ധത്തിൽ തങ്ങൾക്കുള്ള പ്രത്യേക പരിഗണനകളും ഊട്ടിയുറപ്പിക്കുന്ന അവസരങ്ങളാണ്. ഉത്സവകാലത്ത് വരുന്ന തീർത്ഥാടകർ മാത്രമായിരുന്നില്ല ആ ബെഥസ്ദ കുളത്തിൽ എത്തുന്നത്. വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം ഇൻവാലിഡ്സ് അവിടെ ഉണ്ടായിരുന്നു. 3-ാം വാക്യം, ഒരു സാധാരണ ദിവസത്തിൽ അവിടെ 300ഓളം ആളുകൾ ഉണ്ടാവും. എന്നാൽ ഉത്സവകാലമാണെങ്കിൽ 3000-ൽ പരം ആളുകൾ ഉണ്ടായിരിക്കും എന്നാണ് ചരിത്രകാരന്മാരുടെ സൂചന. ഇവിടെയാണ് യേശു കർത്താവ് ആരെന്ന് നാം മനസ്സിലാക്കുന്നത്. ഈവൻ പീപ്പിൾ were celebrating by remembering their special privileges. Jesus' focus was on the less privileged. ഉത്സവകാലത്ത് ജനം തങ്ങളുടെ പ്രത്യേക പരിഗണനകളെ പറ്റി ഓർക്കുമ്പോൾ യാതൊരു പരിഗണനകളും ലഭിക്കാതെ പോയ ഒരു മനുഷ്യനിലേക്ക് കർത്താവിന്റെ ശ്രദ്ധ പതിക്കുന്നു. ഇത്ര ഒരു ജനാവലിയുടെ നടുവിലും യേശു ആ ഒറ്റപ്പെട്ടവനെ കണ്ടു എന്ന് പറയുന്ന വചനം നമുക്ക് തരുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും രോഗത്തിന്റെയും ഒക്കെ തടവറയിൽ നാം ആയിരിക്കുമ്പോൾ ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും നമ്മെ കാണുന്ന ഒരു കർത്താവ് നമുക്കായി ജീവിക്കുന്നു എന്ന സന്ദേശം ഇവിടെ വ്യക്തമാണ്. ദേവാലയത്തിന്റെ പേര് സുന്ദരം എന്നായിരിക്കാം, എന്നാൽ ദേവാലയത്തിന്റെ ഉള്ളിലും അതിന്റെ പരിസരങ്ങളിലും ഉള്ള അസുന്ദരമായ കാഴ്ചകൾ നമ്മുടെ ദേവാലയ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്നു. The beauty of the church is not in its architecture, aesthetics or other paraphernalia, but in its inner vitality. ദേവാലയത്തിന്റെ സൗന്ദര്യം അതിന്റെ ശില്പകലയിലോ രൂപഭംഗിയിലോ മറ്റ് ബാഹ്യ ചമയങ്ങളിലോ അല്ല, മറിച്ച് അതിന്റെ ആന്തരിക ചൈതന്യത്തിലാണ്. ദേവാലയം എങ്ങനെ നിൽക്കുന്നു എന്നതിനപ്പുറം എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമതായി, the mission of the church is to lead people to a holistic life, fullness of life. ജീവന്റെ പൂർണ്ണതയിലേക്ക് ജനത്തെ നയിക്കുന്നതാണ് സഭയുടെ ദൗത്യം. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന കുളം
അതിന് 5 മണ്ഡപമുണ്ട്. 5 roofed colonnades. Colonnades means a series of columns set at regular intervals supporting the base of a roof structure. ഈ മണ്ഡപം തള്ളപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ഒരു വിശ്രമ കേന്ദ്രം എന്നതിലുപരിയായി അവർക്ക് അതൊരു താൽക്കാലിക കൂരയായിരുന്നു. The colonnades were a refugee camp for the marginalized and ostracized. 6-ാം വാക്യത്തിൽ കാണുന്ന ചിത്രം അല്പം വിചിത്രമാണ്. ഏറിയ കാലം, അതായത് 38 വർഷം രോഗം പിടിച്ച് തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയോട് നസ്രയനായ യേശു ചോദിക്കുന്ന ചോദ്യം ഒരു ചെറിയ തമാശയാണ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഡു യു വാണ്ട് ടു ബി ഹീൽഡ്? ഈ ചോദ്യം സ്ഥാനസ്ഥിതമല്ലാത്തൊരു ചോദ്യമാണ്. രോഗിയായ ആ മനുഷ്യന്റെ മനോഭാവങ്ങളെ ഈ ചോദ്യം വല്ലാതെ ചോദ്യം ചെയ്യുന്നു. Jesus' question towards that sick man was a closed-ended question which requires an answer of yes or no. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ട സ്ഥാനത്ത് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഒരു പരാതിയാണ്. ജീവിതത്തിൽ എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാതെ പരാതിപ്പെടുന്ന ഒരു മാനസികാവസ്ഥ. ഇറ്റ്സ് എ കംപ്ലൈനിങ് നേച്ചർ. അതുപോലെ ശബത്ത് നാളിൽ കിടക്ക എടുത്ത് നടക്കാൻ അനുവാദം തന്നത് ആര് എന്ന് യഹൂദന്മാർ അവനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്നെ സൗഖ്യമാക്കിയവൻ എന്നാണ്. അതായത് 38 വർഷത്തെ തൻ്റെ കണ്ണുനീരിന്റെയും വേദനയുടെയും അവസ്ഥ മാറ്റി അവന് സൗഖ്യം കൊടുത്തവന്റെ പേര് പോലും അറിയാതെ കിടക്കയെടുത്ത് പോയവനാണ് ഈ മനുഷ്യൻ. He doesn't even know who gave him the healing. He was that much indifferent. ജീവിതത്തിൽ അത്രമാത്രം നിസ്സംഗ മനോഭാവം ഉള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായിരിക്കുന്നത് ഭവിക്കാതിരിപ്പാൻ ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. Sin no more that nothing worse may happen to you. 14-ാം വാക്യം. ഈ വാക്യത്തിൽ അവന് പാപപങ്കുലമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി കാണുന്നു. He had a sinful past. അതുപോലെ തന്നെ 15-ാം വാക്യത്തിൽ ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശുവാണെന്ന് യഹൂദന്മാരോട് അറിയിച്ചു. യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. Jews persecuted Jesus. വേദനയുടെയും തള്ളപ്പെടലിന്റെയും നടുവിൽ തന്നെ ചേർത്ത് പിടിച്ചവനെ പൂർണ്ണമായി വിട്ടുകളഞ്ഞപ്പോൾ ഉപദ്രവം ഏൽക്കേണ്ട വന്ന കർത്താവിന്റെ മാനസിക അവസ്ഥ ഒന്ന് ചിന്തിക്കുക. സ്കീമിംഗ് ഓർ പ്ലോട്ടിംഗ് നേച്ചർ. അതുകൊണ്ട് ഇവിടെ ആ മനുഷ്യന്റെ മനോഭാവം വളരെ വ്യക്തമാണ്. കംപ്ലൈനിങ് നേച്ചർ, ഇൻഡിഫറന്റ് ആറ്റിറ്റ്യൂഡ്, സിൻഫുൾ പാസ്റ്റ്, എ സ്കീമിംഗ് നേച്ചർ. So when Jesus asked him, do you want to be healed? Jesus was trying to mend his conditioned mind. പരിവിധപ്പെടുത്തപ്പെട്ട മനസ്സിനെ പരിവപ്പെടുത്തുന്ന യേശു കർത്താവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡു യു വാണ്ട് ടു ബി ഹീൽഡ് എന്ന വാക്യത്തിന് കിങ് ജെയിംസ് വേർഷനിൽ വിൽ യു ബി മെയ്ഡ് ഹോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിനക്ക് സമ്പൂർണമാകാൻ മനസ്സുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഇവിടെ സന്ദേശം ഏറെ സരളമായി തീരുകയാണ്. യേശുവിന്റെ ശുശ്രൂഷ അവന് സൗഖ്യം നൽകുക എന്നതിലുപരിയായി അവനെ ജീവന്റെ പൂർണ്ണതയിലേക്ക് നടത്തുക എന്നുള്ളതായിരുന്നു. ലീഡിങ് പീപ്പിൾ ടു ദ ഹോൾനെസ് ഓഫ് ലൈഫ്. ദ മിഷൻ ഓഫ് ദ ചർച്ച് ഈസ് ടു ലീഡ് പീപ്പിൾ ടു ദ ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. ഒരു ചിന്തകൻ തൻ്റെ ജീവിത അനുഭവം ഇപ്രകാരം പങ്കുവയ്ക്കുന്നു. അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു. ഈ യാത്രാമധ്യേ തെരുവിൽ ഒരു പാവപ്പെട്ട കുട്ടിയെ കാണുകയാണ്. ആ കുഞ്ഞ് നഗ്നയായി, പട്ടിണിയായി, തണുപ്പിൽ വിറച്ച് മരണത്തോട് മല്ലടിക്കുന്നതായി ആ എഴുത്തുകാരൻ ശ്രദ്ധിച്ചു. ഇത് കണ്ടപ്പോൾ തൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടായി. അതിനുശേഷം അല്പം അമർഷമുണ്ടായി. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ഗോഡ്, വൈ ഡു യു പെർമിറ്റ് ദിസ്?
വൈ ഡോണ്ട് യു ഡു സംതിങ്? എന്തിനാണ് ദൈവമേ നീ ഇത് അനുവദിക്കുന്നത്? എന്തുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്തുകൂടാ? എന്നാൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ദൈവം മൗനമായി നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. എന്നാൽ ഈ യാത്ര കഴിഞ്ഞ് തന്റെ വീട്ടിൽ മടങ്ങി വന്ന് കിടക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ശാന്തമായി അദ്ദേഹം പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവം മന്ദസ്വരത്തിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. ഐ സർട്ടൻലി ഡിഡ് സംതിങ് ആൻഡ് ഐ മെയ്ഡ് യു. ഞാൻ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഐ സർട്ടൻലി ഡിഡ് സംതിങ്, ഐ മെയ്ഡ് യു. മിഷൻ ഓഫ് ദ ചർച്ച് ഇൻ എ ബ്രോക്കൺ വേൾഡ്. നുറുക്കപ്പെട്ട ലോകത്തിൽ സഭയുടെ ദൗത്യം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ, ദൈവ സ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നുറുക്കപ്പെട്ട ലോകത്തിൽ സഭയുടെ മക്കളായ ഞങ്ങൾക്ക് കർത്താവിന്റെ തിരുശരീരമാകുന്ന സഭയിലൂടെ അനുഗ്രഹീതമായ സംഗതമായ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പള്ളിയുടെ രൂപഭംഗിയേക്കാൾ ഉപരിയായി, പള്ളിയുടെ പരിസരങ്ങളുടെ അലങ്കാരങ്ങളെക്കാൾ ഉപരിയായി കർത്താവെ, ഈ സഭ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് ശാന്തമായി പരിശോധിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേവല വാഗ്ദാനങ്ങൾ നൽകി ജനത്തെ കൂട്ടുന്ന ഒരു പരിപാടി എന്നതിലപ്പുറമായി ജനത്തെ ജീവനിലേക്കും സമൃദ്ധമായ ജീവനിലേക്ക് നയിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പങ്ക് എടുക്കുവാൻ തക്കവണ്ണം, അതിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിന്റെ വേദനകളുടെ മധ്യേ കർത്താവ് എന്തുകൊണ്ട് നിശബ്ദമാണ്? എന്താണ് കർത്താവ് ഒന്നും ചെയ്യാത്തത് എന്ന ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ മന്ദസ്വരം കേൾക്കുവാൻ, അതെ ഞാൻ ചിലത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന മറുപടി ഞങ്ങൾക്ക് കേൾക്കുവാനും ജീവിതത്തിൽ ആ ചുമതലയും ഭാരവും ഏറ്റെടുക്കുവാനും കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ വചനത്തിലൂടെ ഞങ്ങളെ സ്പർശിച്ച, അനുഗ്രഹിച്ച, രൂപാന്തരപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. യേശു മെശിഹായുടെ ധന്യമുള്ള നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.